Hi everyone, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദാ ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ബോട്ടിലാണോ നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടീൽ ബ്ലൂ കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി സ്പോഞ്ച് വെച്ച് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻറ് ചെയ്തെടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ട് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ. പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒക്കെ വെക്കാനും ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഷീറ്റ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ബോട്ടിൽ എത്രയാണോ സൈസ് ഉള്ളത് അതിനനുസരിച്ച് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഒരേ സൈസിലും 2 ഒരേ സൈസിലും. പിന്നെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഹാഫ് സൈസിലുള്ള 3 പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതിയിൽ കട്ട് ചെയ്താൽ മതി. ഇനി അതെല്ലാം വെച്ചൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടാണ് നമ്മളത് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോപ്സിക്കിളിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് 3 പീസേ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരു ഭാഗം നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഫോട്ടോ അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഫ്രെയിം ആ ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്രെയിം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ടീൽ ബ്ലൂ കളറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബോട്ടിൽ മുഴുവനായിട്ട് ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഒരു കോട്ടേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നൂലാണ് വേണ്ടത് കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് കാർഡ്ബോർഡ് ഷീറ്റ് എടുത്ത് ആ ത്രെഡ് അതിൽ ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഫ്ലവർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ നിങ്ങൾ അതുപോലെ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ആ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും നൂല് വെച്ചിട്ട് ഞാൻ 2 ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 2 സൈഡിലായിട്ട് നന്നായിട്ട് കെട്ടി 2 പോർഷനായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ പോംപോം ഉണ്ടാക്കൂലേ വൂളൻ ത്രെഡ് വെച്ചിട്ട്, ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ വേറെ 2 അടിപൊളി ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം നല്ല നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി 4 പീസും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ഫ്ലവേഴ്സാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ലീവ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ചെറിയ ലീവ്സ് വരച്ച് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതെല്ലാം അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 2 കോർണറിലായിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഫ്ലവേഴ്സ് ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ വേണം കേട്ടോ. വാർണിഷ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്ലവേഴ്സ് ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഫ്രെയിമിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലത്തെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ചെറിയ ബീഡ്സുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് ജൂട്ട് ത്രെഡും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീം സ്റ്റിക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഷീറ്റ് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഫോട്ടോ ആണെങ്കിലും ഇതിൻ്റെ സൈസിനനുസരിച്ച് പ്രിൻറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഉള്ള ഫോട്ടോ സൈസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഏത് ഒക്കേഷൻ ആണെങ്കിലും ബർത്ത്ഡേയോ ആനിവേഴ്സറിക്കോ ഒക്കെ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്